ഇതാണ് പയ്യൻ. നമസ്കാരം. ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കാണുന്നതുകൊണ്ട് ഒരു പ്രത്യേക പെണ്ണ് കാണൽ ചടങ്ങ് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ശ്രീദേവിയുടെ അഭിപ്രായം അറിയണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. മോളെ നീ ഒന്നിങ്ങി വന്നേ. അങ്ങോട്ട് ചെല്ലടി. എനിക്ക് ഒരുത്തനെയും കാണണ്ട. എന്നെ കടിച്ചു വിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനത് കേട്ടാ കൊന്നുകളയും. കൊല്ലട്ടെ. അങ്ങനെ വരട്ടെ. ദേവൻ കല്യാണം കഴിക്കാത്തതിന്റെ ഗുഡ് ടെൻസ് ഇതാണല്ലേ. അത് ശരിയാക്കി തരാം. അവക്ക് അങ്ങോട്ട് വരാൻ നാണാ. അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ്. അപ്പൊ ഒരു പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെ വേണമെന്ന് സുഗുണം പറഞ്ഞാട്ടെ. പയ്യന്റെ പേര് സഹദേവൻ. വില്ലേജ് ഓഫീസിലാണ് ജോലി. 4 അക്ക ശമ്പളം. ഇനി മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മേനോ സാറിന് ചോദിക്കാം. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അതിന് വീട്ടിൽ എക്സ്ക്യൂസ് മീ. ഹലോ, CM സുഗുണൻ സ്പീക്കിംഗ്. ആശാനെ, പൂച്ച പുറത്തിയാടി. പുറത്തിയാടിയോ? പൂച്ചയോ? ഏത് പൂച്ച? പൂച്ച അല്ലേ സാറേ, പൂച്ച. ദേവകുമാറും അവന്റെ രഹസ്യ കാമുകിയും നമ്മുടെ ഓഫീസിനടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറിയിരിക്കുക. ദേഹം വന്നാ കാണാം. നമുക്കൊരു കളിക്കുകയും ചെയ്യാം. നീ എവിടെ നിൽക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. സാർ, എനിക്ക് ട്രഷറി വരെ ഒന്ന് അത്യാവശ്യമായിട്ട് പോകണം. ഇല്ലെങ്കിൽ 4-5 ലക്ഷം രൂപ ഔട്ടായി പോകും. ഷെയറിന്റെ കളിയാണേ. Then what do you want? Chocolate, ice cream, Coca-Cola, fruit salad? Anything. No. As you like. Ice cream. Okay. Better? ഒരു ഐസ്ക്രീം, ഒരു കൊക്കക്കോള. അതെന്താ ഐസ്ക്രീം വേണ്ടേ? എന്താന്നറിയില്ല, ഈയിടെയായിട്ട് ഐസ്ക്രീമിനോട് ഒരു താല്പര്യമില്ല. പിന്നെ എന്തിനോടാ താല്പര്യം? ഇപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ? പിന്നെപ്പോഴാ? മൂട് വരണല്ലേ? എന്താണോ അവിടെ? സ്റ്റോപ്പ്. വേഗം ഇറങ്ങി വാ ആശാനെ, കൈവിട്ടു പോവും. എങ്ങോട്ട് പോയടാ കപ്പിൾസ്? രണ്ടും കൂടെ അകത്തേക്ക് കയറി. നീ കണ്ട നേരാണോ? ദേവനെ കണ്ട എനിക്കറിയില്ലേ. എടാ, അമേരിക്കൻ അമ്മായിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയതിന്റെ ബാക്കി എനിക്ക് കിട്ടാൻ ഇട വരുത്തിയാൽ ആശാ മോളിലേക്ക് വാ, ഞാൻ കണ്ടുപിടിച്ച് കൈ തരാം. എടുത്തോളൂ. ഓ, മതി ഇങ്ങനെ. ഇവന്റെ 2 മാസത്തെ ശമ്പളം പിടിക്കാം. ഞങ്ങൾക്കൂടെ തരുവോ? വീട്ടിൽ ചെന്നിട്ടായിക്കൂടെ? പബ്ലിക്കായിട്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചത് വേണോ? കണ്ടിട്ട് വരുത്തനാണെന്ന് തോന്നുന്നു. അയ്യോ വേണ്ട, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. വരുത്തനല്ല, ഇവിടത്തുകാരൻ തന്നെയാ. കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല. തോന്നണില്ലല്ലേ? തോന്നിപ്പിക്കാം.
വലിയാം വലിയാം. ഇങ്ങോട്ട് വരാൻ. ഒന്ന് വേണ്ട, വിട്ടെ. പോണ്ട. അവന്മാർക്ക് ഞാനൊന്നും യെസ് കമിൻ. ഗുഡ് മോർണിംഗ് സാർ, ഹൗ ആർ യു? നിങ്ങൾ ഐ എം സുഗണൻ, CM സുഗണൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, സാറിന് ഒരു കാര്യം ഞാൻ തരാം. ദാ, ഇത് ഇവിടെ ടൗണിലുള്ള ഒരു ഐസ്ക്രീം പാർലറിന്റെ ഫോൺ നമ്പറാ. ഞാൻ പറയുന്നത് കേട്ടിട്ട് സത്യമാണോ എന്നറിയാൻ സാർ ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം. ഞാൻ വിളിച്ചുതരാം. താൻ വളച്ചു കിട്ടാതെ കാര്യം പറ. അമേരിക്കൻ അമ്മായിയുടെ മകനെയല്ലേ നിങ്ങളുടെ മകൾക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്? വൺ മിസ്റ്റർ ദേവകുമാർ. അതെ. എന്നാൽ അയാൾ നേരത്തെ വിവാഹിതനാണ്. ഹി മാരേജസ് ഓൾറെഡി. വിവാഹിതനോ? സാറ് ഞെട്ടണ്ട, അവൻ ഭാര്യയും മൊത്തം ഐസ്ക്രീം പാർലറിൽ വന്നിരുന്നു. ഞാൻ കണ്ടു. അവന്റെ ഭാര്യ ആരോ കമന്റ് അടിച്ചതിന്റെ പേരിൽ കൂട്ട തല്ലു നടന്നു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ ശവം ഫ്രീസറിലെ ഫ്രൂട്ട് സലാഡിന്റെ കൂടെ കിടന്നേനെ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. സാറിന്റെ മകൾക്ക് രണ്ടാം കെട്ടുകാരനെ മതിയെങ്കിൽ എനിക്ക് നോ ഒബ്ജെക്ഷൻ ആൻഡ് സൂയിസൈഡ്. രണ്ടാം ഘട്ടം അവനെ ഞാൻ ഷൂട്ട് ചെയ്ത് കളയും. ഷൂട്ടിങ്ങും ഡബിങ്ങും ഒക്കെ ഫോൺ ചെയ്തിട്ട് മതി. ആ അലവലാതി ത്രേസ്യെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി സാറിനെ ചതിക്കുകയായിരുന്നു. ഞാൻ പാര വയ്ക്കാൻ വന്നതല്ല, സാറിന്റെ മകളുടെ നല്ലൊരു ജീവിതം തകരരുതെന്ന് വിചാരിച്ച. ഞാൻ നമ്പർ വിളിച്ചു തരാം. ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നേ. 632. ഹലോ, ഞാൻ നേരിട്ട് വിളിക്കേണ്ട ലിസ്റ്റാ ഇത്. ദേവൻ ആരെയൊക്കെ വിളിക്കണോ അവൻ വിളിച്ചോട്ടെ. എന്താ എഴുതിയത്? മോഹനേന്ദ്ര നായർ PWD മിനിസ്റ്റർ, തിരുവനന്തപുരം. അടുത്ത് എഴുതിക്കോ. രാമകൃഷ്ണൻ പോറ്റി, പബ്ലിക് പ്രോസിക്യൂട്ടർ, എറണാകുളം. അല്ലേ, ഇത്രയും പേരുകൾ എഴുതിയിട്ടും അമ്മായിയുടെ ആങ്ങളയുടെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ. അങ്ങേരെ കല്യാണത്തിന് വിളിക്കാനോ? ശത്രുതയിലാണെങ്കിലും വിളിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരോട് പോവാൻ പറ. അവരല്ലല്ലോ എന്റെ മോന്റെ കല്യാണം നടത്തുന്നത്. എന്റെ മോന്റെ കല്യാണം പൊടി പൊടിച്ച് നടക്കുന്നത് അറിഞ്ഞ് എന്റെ ആങ്ങളെ എന്ന് പറയുന്നവന്റെ ചങ്ക് പൊട്ടണം. ഹലോ, ശാരദ നായർ ഹിയർ. ലംബോദരൻ ചേട്ടനോ? എടീ അമേരിക്കൻ റാണി, നീ നിന്റെ മോനും ചേർന്ന് ഞങ്ങളെ വഞ്ചിക്കായിരുന്നു അല്ലേ? പഞ്ചനയോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിന്റെ മോന് വേറൊരു ഭാര്യയില്ലേ? എന്റെ മോന് വേറെ ഭാര്യയോ? ഏതരപ്പാളിയായി പറഞ്ഞത്? ത്രിസില്, എന്റെ മോന് വേറെ ഭാര്യയുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് പറ. എന്തായാലും ഞങ്ങൾക്ക് ഈ വിവാഹം വേണ്ട. വിവാഹം വേണ്ടെന്നോ? വിവാഹം വേണ്ടെന്നോ? നിന്റെ പേരിൽ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും. ത്രിസില്, ഈ കല്യാണം നടക്കില്ല. എന്റെ കർത്താവേ, എന്നെ അങ്ങോട്ട് എടുത്തോണേ. അയ്യോ, ത്രേസ്യ, 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 നാണിയമ്മേ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ത്രേസ്യ, ത്രേസ്യ. അയ്യോ ത്രേസി, അങ്ങോട്ട് തളിക്ക്. എന്തു പറ്റി വച്ചമ്മേ? ത്രേസ്യ, അയ്യോ, ത്രേസ്യ. എന്തു പറ്റി ത്രേസി? അയ്യോ, എന്റെ 1,00,000 രൂപ മാരുതി കാറും പോയേ. ത്രേസ്യ, ആശാനെ, നമുക്ക് ഈ ബോർഡൊന്ന് മാറ്റണം. ഈ ബോർഡ് ഇങ്ങനെ കിടക്കുന്നോണ്ട് നിനക്കെന്തുവാടാ നഷ്ടം? അത് പിന്നെ നമ്മളിപ്പോ കല്യാണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ മുടക്കുകയാണല്ലോ ചെയ്യാറ്. ഇത്ര വാശിയോടെ ഞാൻ ഈ കല്യാണം മുടക്കി എന്തിനാന്നറിയാവോ? മാരുതിയും ലക്ഷവും ത്രേസി കൊണ്ടുപോകാതിരിക്കാൻ. അല്ലടാ മണക്കൂസേ, മേനോന്റെ മകളുടെ കല്യാണം ദേവന്റെ കല്യാണത്തിന് മുമ്പാണ് നടക്കുന്നെങ്കിൽ അമേരിക്കൻ അമ്മായി ഈ നാട് വെച്ചേക്കില്ല, അറിയോ? പക്ഷെ വാളെടുത്തവൻ വാളാലെന്നാണല്ലോ രാമായണത്തിൽ പറയുന്നത്. ഏത് രാമായണത്തിലാടാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതെനിക്കറിയില്ല, ആ. ക്രിസ്തു പറഞ്ഞതാ. രാമായണത്തിലോ? എന്നാ ഖുറാനിലായിരിക്കും. ക്രിസ്തു പറഞ്ഞത് എന്തെന്നാൽ ആ. അവനവൻ പണിയുന്ന പാര അവനവന് തന്നെ ഏൽക്കുമെന്നാ. ഓടാ, അതൊക്കെ ചുമ്മാ പറയുന്ന. അമേരിക്കൻ അമ്മായി, നീ പറഞ്ഞ ശരിയാടാ. എടാ, നീയൊക്കെ ചേർന്ന് എന്റെ മോന്റെ കല്യാണം മുടക്കിയില്ലേ? ഞങ്ങളോ? പിന്നെ അല്ലാതെ എടാ, നിന്റെയൊക്കെ നിന്നെ കമ്പ്യൂട്ടർ ഭ്രാന്താണോ? അതേടാ ഭ്രാന്താ. നിന്റെയൊക്കെ പാരവെപ്പ് ഇന്നത്തോടെ ഞാൻ തീർക്കും. മാഡം, ഞങ്ങൾ പാര വെച്ചിട്ടല്ല മോന്റെ കല്യാണം മുടങ്ങിയത്. നിങ്ങളുടെ മോൻ ഒരു അമേരിക്കൻ ഭാര്യയുള്ള വിവരം അവരറിഞ്ഞു. എന്റെ മോന് അമേരിക്കൻ ഭാര്യയോ? നീയൊക്കെ കെട്ടുകഥ ഉണ്ടാക്കിയതല്ലേ? അല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതാ രണ്ടിന്റെ ഹണിമൂണ്. അവരുടെ പേര് പിയാന, ഡയാന, ക്രിസ്ത്യാനി പെണ്ണ. ക്രിസ്ത്യാനി പെണ്ണോ? ഞാൻ അറിയാതെ അവനൊരു ഭാര്യയോ? അതെ, ഞങ്ങൾ പറഞ്ഞതിൽ വിശ്വാസമില്ലേ മാഡം? ഞങ്ങളോടൊപ്പം വരൂ, അവരുടെ വീട് കാണിച്ചു തരാം. എന്നാ വാ, അവളെ ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യം. ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ വാടാ. ആ. മാഡം,
നിങ്ങൾ അകത്തേക്ക് പൊക്കോ, അകത്തുണ്ട് പാർട്ടി. അകത്തുണ്ട് പാർട്ടി, അകത്തേക്ക് പൊയ്ക്കോ. അതല്ലയോ ഇയാൾ പറഞ്ഞത്. പാർട്ടി ഞങ്ങളെ കാണണ്ട. പൊയ്ക്കോളൂ. കാണട്ടെ. ദേവാ, എടാ ദേവാ, അറിയൂ നിങ്ങൾ ആരാ? ദേവേട്ടൻ എടാ പോടൊന്നൊക്കെ വിളിക്കാൻ നിങ്ങളുടെ സർവന്റ് ആണോ ദേവേട്ടൻ? ഓഹോ, നീയാണോ പാർട്ടി? ആ തല തിരിഞ്ഞവന്റെ തള്ളയാണടി ഞാൻ. മൈ ഗോഡ്, ദേവേട്ടന്റെ അമ്മയാണല്ലേ? ഐ എം സോറി. അമ്മ ഇരുന്നാട്ടെ. സൽക്കരിച്ച് മയക്കൊന്നും വേണ്ട. നീയാണോ ഡയാന? അതെ. അവനെവിടെ? ദേവേട്ടൻ ഇപ്പോഴാ പുറത്തേക്ക് പോയത്. ഓഹോ, അപ്പൊ അവനിവിടെ താമസമാക്കിയില്ലേ? നീ ക്രിസ്ത്യാനിയല്ലേ? എനിക്ക് ജാതി മതം ഒന്നുമില്ലമ്മേ. എന്നാലേ ഞങ്ങൾക്കുണ്ട്. മുല്ലശ്ശേരി തറവാട്ടുകാരെ നല്ല കിരിയത്ത് നായന്മാരാ. അമേരിക്കയിൽ ജീവിച്ച അമ്മയ്ക്ക് കുറച്ചുകൂടെ വിശാലഹൃദയം കാണുമെന്നാ ഞാൻ കരുതിയത്. ഹ, നിർത്തടി. ഞാൻ അറിയാതെ എന്റെ മോനെ കറക്കി കയ്യിലെടുത്തിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ? കറക്കി കയ്യിലെടുത്തോ? ആര്? ശബ്ദിച്ചു പോരുത്. അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട. എന്റെ മോന് ഞാൻ അറിയാതെ ഒരു ഭാര്യ വേണ്ടടി. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവനെ ഒരുത്തനേ ഉള്ളൂ. അമ്മേ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് നീ ഈ നാട് വിട്ടോണം. അല്ലെങ്കിൽ നിന്നെ ഈ വീടോടെ തീ കൊടുത്താൻ എനിക്ക് ആളുണ്ടെന്ന് കരുതിക്കോ. അമ്മേ, ഞാൻ ശാരദാ നായരെ നിനക്കറിയില്ല. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. അവനോടും പറഞ്ഞേക്ക്. പാടോ. കൺഫ്യൂഷൻ തീർക്കണം എന്റെ കൺഫ്യൂഷൻ. അമ്മയായിരുന്നാ? പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? അല്ല, ഞാൻ വിചാരിച്ച അമ്മയാണോ? ഞാൻ ആ ക്രിസ്ത്യാനി പെണ്ണിനെ കണ്ടിട്ടാ വരുന്നത്. നിന്റെ ആരാടാ അവള്? ആരാന്നാ അമ്മയ്ക്ക് തോന്നിയത്? നശിച്ചവനെ, നീ എന്നോട് ചോദ്യം ചോദിക്കാണോ? നീ വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും എനിക്ക് പെണ്ണു നോക്കാനുള്ള അമ്മയുടെ ഈ ഭ്രാന്ത് പിടിച്ച ഓട്ടം ഒന്ന് നിർത്താവോ? എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ നിനക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാട്ടിലേക്കേ വരില്ലായിരുന്നു. നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായി. അതൊക്കെ അമ്മയുടെ വെറും തോന്നല. എങ്ങാണ്ടോ കിടന്ന ഒരു ചട്ടക്കാരി പെണ്ണിനെ എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു. മര്യാദയ്ക്ക് ഇന്ന് തന്നെ അവളെ കയറ്റി അയച്ചോണം. അങ്ങനെയൊന്നും ഡയാനയെ കയറ്റി അയക്കാൻ പറ്റില്ല അമ്മേ. നിനക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റും. അതിന് ഞാൻ മതി. എന്നാ അതിന് നടക്കട്ടെ, നമുക്ക് കാണാം. ഓഹോ, വീണ്ടും നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ദാ നോക്ക്, നിന്നെ പെറ്റു വളർത്തിയത് ഞാനാണെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന പെണ്ണെ നിന്റെ ഭാര്യയാകൂ. പെറ്റു വളർത്തിയ കാര്യമൊക്കെ അവിടെ 1000 പെമ്പിള്ളേരെ അമ്മ കണ്ടാലും ശരി, ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കൂ. ദേവാ, അതെ, ദേവൻ തന്നെ പറയുന്നത്. കൊച്ചമ്മേ, ഈ ദുഃഖിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ട് നാണിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റൊന്ന് കുളിക്കോ വല്ലതും കഴിക്കോ എന്തെങ്കിലും ചെയ്താട്ടെ. എന്തിനാ നാണി? എനിക്കെല്ലാം മതിയായി. എന്റെ മോനെന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഈ ആമ്പിള്ളേര് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിട്ടുണ്ട്. പുതിയ കാര്യം വല്ലതാണോ കൊച്ചമ്മേ? പിടിക്കുന്ന വഴിക്ക് വന്നില്ലെങ്കിൽ പോണ വഴിക്ക് തന്നെ വിടണം. ആ ഡയാനെ തന്നെ കെട്ടിച്ചു കൊടുക്കണം. എവിടെയോ കിടക്കുന്നോക്ക് വന്നു കയറാനുള്ളതല്ല മുല്ലശ്ശേരി തറവാട്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ ദൈവമേ, ഉത്തരത്തിലിട്ടിരിക്കുന്ന എടുക്കം വേണം, കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല. ആ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കണേ എന്റെ ഗുരുവായൂരപ്പ.